ഈ ലോകത്തിൽ എനിക്ക് സ്നേഹിക്കാൻ ഇദ്ദേഹത്തെ മാത്രമേ ഒക്കത്തുള്ളൂ. ഇദ്ദേഹം ഇല്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ലവ് ഫെയിലിയേഴ്സ് ഒരുപാട് ആത്മഹത്യകളിലേക്ക് പോകുന്നു. ഉണ്ട്. സ്നേഹം അന്ധമാണെന്നൊക്കെ ഉള്ള ഓരോ പറച്ചിലുണ്ട്. ലവ് ഈസ് ബ്ലൈൻഡ് എന്നൊക്കെ. ഇത് കൂടുതലും കാണുന്ന ടീനേജിലാണ്. ടീനേജ് ഏർലി 20s ഇതിനകത്തൊക്കെയാണ് കൂടുതലും കാണുന്നത്. ഒരു 40 ഒക്കെ കഴിയുമ്പോഴത്തേനും മനസ്സിലാവും ഇത്രയ്ക്ക് ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലെ. ഈ ലവ് ഫെയിലിയർ ഉണ്ടായിട്ടുള്ള ആത്മഹത്യയൊക്കെ ആ ഒരു ഏജിലാണ് കൂടുതലും കാണുന്നത്. നമുക്ക് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു പെണ്ണിനെ കാണുന്നു, ആളിന് ഇഷ്ടം തോന്നുന്നു, എൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നു, ആൾക്ക് ഇങ്ങോട്ടും ഇഷ്ടം ഉണ്ടാകുന്നു, നമ്മൾ കുറേ നാൾ ഒരുമിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. ഞാൻ എന്നെ ഏറ്റവും ബെസ്റ്റായിട്ടാണ് ആ പെണ്ണിലേക്ക് പ്രസന്റ് ചെയ്യത്തുള്ളൂ. എൻ്റെ നെഗറ്റീവ്സ് എല്ലാം ഞാൻ മൂടി വെക്കും. ആൾ ഇങ്ങോട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രസ് ചെയ്യാനായിട്ടുള്ളൊരു പോക്കാണ്. ചിലപ്പോൾ ആ പെണ്ണിനെ എന്നെക്കാട്ടും നല്ല ഒരാളിനെ കാണുമ്പോൾ ആളുടെ ഇരിക്കലേക്ക് പോയി കാണും. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തേപ്പ് കിട്ടി. ഈ തേപ്പ് കിട്ടിയ ആളുടെ ചിന്ത, ഈ ലോകത്തിൽ എനിക്ക് സ്നേഹിക്കാൻ ഇദ്ദേഹത്തെ മാത്രമേ ഒക്കത്തുള്ളൂ, ഇദ്ദേഹം ഇല്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം തന്നെ ഓർക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ 140 കോടി ജനങ്ങളാണ് ഇന്ത്യ തന്നെ ഉണ്ട്. അതിലൊരാൾ മാത്രമാണ് നമ്മളെ ഇഷ്ടപ്പെടാതെ പോയിരിക്കുന്നത്. വേറെ തുറന്നു കിടക്കുകയാണ് ഇവിടെ. അപ്പൊ ആ ഒരു അറിവ് നമ്മളിലേക്ക് ഉണ്ടാകുക നമ്മൾ